നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യേശുവിന്റെ കൂടെയുള്ള ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ വാളുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് സാധ്യത അനുസരിച്ച് പത്രോസ് അയക്കാനാണ് ചാൻസ്. യേശുവിന് വേണമെങ്കിൽ ഒരു ചെറിയൊരു പ്രാർത്ഥന എപ്പോഴും നടത്തിയതിനു ശേഷം തൻ്റെ അനുഗാമികളായിരിക്കും അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യാറ്. എന്നാൽ യേശു ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പോരാട്ടത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചോ? യേശു ശ്രമിച്ചില്ലേ? പകരം യേശു യഹോവയുടെ ഇഷ്ടത്തിന് ചേർച്ചയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. പ്രത്യേകിച്ച് യേശു ആ സാഹചര്യത്തിൽ പറഞ്ഞു, വാളെടുക്കുന്നവരെല്ലാം വാളെ നശിക്കും, തൻ്റെ അനുഗാമികൾ യുദ്ധം ചെയ്യേണ്ടി വരില്ല എന്ന് യേശു പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ ഈ അർമ്മഗദോൻ യുദ്ധത്തിൽ ആരായിരിക്കും യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ആരായിരിക്കും പോരാടുക? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെളിപാട് 19 അധ്യായം നമ്മൾ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് യേശുവിൻ്റെ സ്വർഗീയ സൈന്യവുമായിരിക്കും അർമ്മഗദോൻ യുദ്ധത്തിൽ പോരാടും. ആർക്കെതിരെയാണ് പോരാടുന്നത്? ദുഷ്ടമനുഷ്യർക്കെതിരെ, അല്ലേ? തൻ്റെ ഏറ്റവും ശക്തരായ പടയാളികൾ, അല്ലെങ്കിൽ കുതിര പടയാളികളോ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ധീരരായ യോദ്ധാക്കളെയായിരിക്കും മുന്നിൽ എത്തുന്നത്, അല്ലേ? എന്നാൽ യഹോവയുടെ നിർദ്ദേശപ്രകാരം, പ്രവാചകങ്ങളിൽ കൂടി കിട്ടിയ നിർദ്ദേശപ്രകാരം ഇവിടെ യഹോശാഫാത്ത് ചെയ്യുന്നത് ഗായക സംഘത്തെയാണ് മുന്നിൽ വെക്കുന്നത്. ഒരു യുദ്ധത്തിൽ ഗായക സംഘം മുന്നിൽ പോകും.